ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ പറമ്പത്തുനിന്ന് കുറച്ച് ചീര കിട്ടിയിട്ടുണ്ട്. അത് വൃത്തിയാക്കി അത് തോരൻ വയ്ക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങളിന്ന്. ആദ്യം നമുക്ക് അതിനെ അരിഞ്ഞെടുക്കാം. അടുത്തതായി നമ്മൾ കുറച്ച് ചക്കക്കുരു അതിൽ കൂടെ ചേർക്കാമെന്ന് കരുതി അത് വേവിച്ച് ഉപ്പും മഞ്ഞയും ചേർത്ത് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിന് ചേർക്കാനായി കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. കുറച്ച് പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ജീരകം, വെളുത്തുള്ളി എല്ലാം ചേർത്ത് ഒന്ന് അരച്ചെടുക്കണം. അതിന് പാകം ചെയ്യുന്നതിനായി കുറച്ച് എണ്ണയും കടുക്, കറിവേപ്പില എല്ലാം ചേർത്ത് വയ്ക്കണം. ഇനി അടുത്തതായി കരിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് ഉള്ളി ചേർത്തിട്ടുണ്ട്. ആദ്യം ഉള്ളിയാണ് ഇടേണ്ടത്. അത് കിണ്ടി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് കുറച്ച് പാകം വന്നതിന് ശേഷം മഞ്ഞൾപ്പൊടി, ജീരകം, വെളുത്തുള്ളി, മുളക്, പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. ഇതെല്ലാം നമുക്കൊന്ന് അടിച്ചെടുക്കാം. അടുത്ത് തേങ്ങയും കൂടെ ഇട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇതിൽ പച്ചമുളക്, ചെറിയ കാന്താരി മുളകാണ് ചേർത്തിട്ടുള്ളത്. ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായി ചീര ഇട്ട് കൊടുക്കാം. ആദ്യമായി ചീര ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം. ചീര ഇട്ടതിന് ശേഷം കുറച്ച് പാകത്തിനുള്ള ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അരച്ചു വെച്ച ഈ തേങ്ങയും ജീരകവും വെളുത്തുള്ളി മഞ്ഞൾപ്പൊടിയൊക്കെ അരച്ചു വെച്ചത് ചേർക്കുന്നുണ്ട്. അത് ചേർത്തൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കുറച്ച് അത് ചീര വേവാൻ സമയമൊന്നും വേണ്ടി വരില്ല. പെട്ടെന്ന് റെഡിയാവുന്നതാണ് ചീര. പെട്ടെന്ന് എടുക്കാൻ പറ്റും. പെട്ടെന്ന് റെഡിയായി, പാകത്തിന് എല്ലാം റെഡിയായി. ഈ ചക്കക്കുരു നമ്മൾ ആദ്യമേ റെഡിയാക്കി വച്ചിരുന്നത് കൊണ്ട് ഇനി ചേർത്താൽ മതി. ഇനി ചക്കക്കുരു ഇട്ട് ഇളക്കി ഒന്ന് ഇളക്കി കൊടുക്കണം. ചക്കക്കുരു വെന്തിരുന്നത് കൊണ്ട് ഇനി അവസാനമേ ഇടാവൂ ചക്കക്കുരു. ചീര വെന്തതിന് ശേഷം മാത്രമേ ചക്കക്കുരു ഇട്ട് ഇളക്കാവൂ. ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ചക്കക്കുരു വേഗത്തില്ല. അതുകൊണ്ടാണ് പ്രത്യേകം ചക്കക്കുരു ഒന്ന് വേവിച്ച് വച്ചിരുന്നു. അതുകൊണ്ട് ചീര വെന്തതിന് ശേഷം മാത്രമേ ചേർക്കാവൂ. ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. റെഡിയായി കഴിഞ്ഞു. ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്.